നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിമൻസ് പ്രീമിയർ ലീഗ് WPL 2026ലെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരത്തെക്കുറിച്ചാണ്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ജനുവരി 24-ന് നടന്ന ആ പോരാട്ടം ശരിക്കും ഒരു ഷോക്കിംഗ് റിസൾട്ട് തന്നെയാണ് സമ്മാനിച്ചത്. തോൽവിയറിയാതെ മുന്നേറിക്കൊണ്ടിരുന്ന RCBയുടെ തേരോട്ടം വഡോദരയിലെ കോട്ടമ്പി സ്റ്റേഡിയത്തിൽ വെച്ച് ഡൽഹി ക്യാപിറ്റൽസ് അവസാനിപ്പിച്ചു. എന്തൊരു മത്സരമായിരുന്നു അത്! ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത RCBക്ക് തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ പിഴച്ചു. ക്യാപ്റ്റൻ സ്മൃതി മന്ധാന ഒരു വശത്ത് പൊരുതി നോക്കിയെങ്കിലും മറ്റാർക്കും കാര്യമായ പിന്തുണ നൽകാൻ സാധിച്ചില്ല. 34 പന്തിൽ നിന്ന് 38 റൺസ് എടുത്ത സ്മൃതിയായിരുന്നു RCBയുടെ ടോപ്പ് സ്കോറർ. ഡൽഹിയുടെ ബൌളിംഗ് നിര, പ്രത്യേകിച്ച് മലയാളി താരം മിന്നു മണിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സ്മൃതി മന്ധാനയെയും അപകടകാരിയായ റിച്ച ഘോഷിനെയും പുറത്താക്കി മിന്നുമണി മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. നന്ദിനി ശർമ്മയുടെ 3 വിക്കറ്റ് പ്രകടനവും മരിസാൻ ക്യാപ്പിന്റെ കൃത്യതയാർന്ന ബൌളിംഗും കൂടിയായപ്പോൾ RCB വെറും 109 റൺസിന് കൂടാരം കയറി. 110 റൺസ് എന്ന ചെറിയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഡൽഹിക്ക് തുടക്കത്തിൽ ഷഫാലി വർമ്മയെയും ലിസെല്ലെ ലീയെയും നഷ്ടമായെങ്കിലും ലൗറ വുൾവാർഡ് 42 അടൈപുറാത്താതെയും ക്യാപ്റ്റൻ ജമീമ റോഡ്രിഗസ് 24 എന്നിവരുടെ ബാറ്റിംഗ് വിജയം എളുപ്പമാക്കി. ഒടുവിൽ മരിസാൻ ക്യാപ്പ് തന്റെ തകർപ്പൻ ഫോം തുടർന്ന് 19 റൺസുമായി പുറത്താകാതെ നിന്ന് ഡൽഹിയെ വിജയത്തിലെത്തിച്ചു. 15.4 ഓവറിൽ തന്നെ ഡൽഹി ലക്ഷ്യം കണ്ടു. ഈ വിജയത്തോടെ ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് കുതിച്ചു. RCBയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പാഠമാണ്. ടൂർണമെന്റിൽ ഇതുവരെ ആധിപത്യം പുലർത്തിയ അവർക്ക് പ്ലേ ഓഫിന് മുൻപ് ലഭിച്ച ഒരു റിയാലിറ്റി ചെക്കായി ഈ മത്സരത്തെ കാണാം. മലയാളി താരങ്ങളുടെ മിന്നും പ്രകടനം കാണുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. മിന്നുമണിയുടെ ആ 2 നിർണായക വിക്കറ്റുകളാണ് RCBയുടെ നട്ടെല്ലൊടിച്ചത്. വരും മത്സരങ്ങളിൽ RCB എങ്ങനെ തിരിച്ചുവരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ചർച്ച തുടരുമ്പോൾ ഈ മത്സരത്തിലെ ഓരോ പ്രമുഖ താരങ്ങളുടെയും പ്രകടനത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ഗ്രൗണ്ടിലെ ആവേശകരമായ നിമിഷങ്ങളും ഓരോരുത്തരും മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു എന്നതും ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെയും ആവേശം കൊള്ളിക്കുന്നതാണ്. മിന്നുമണിയുടെ മാന്ത്രികത. നമ്മുടെ സ്വന്തം കേരളത്തിന്റെ അഭിമാനമായ മിന്നുമണിയായിരുന്നു ഈ മത്സരത്തിലെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ. പവർ പ്ലേക്ക് തൊട്ടുപിന്നാലെ പന്തെറിയാനെത്തിയ മിന്നു തന്റെ കൃത്യതയാർന്ന സ്പിൻ ബൌളിംഗിലൂടെ RCBയെ ശരിക്കും വരിഞ്ഞുമുറുക്കി. സ്മൃതി മന്ധാന സെറ്റായി എന്ന് തോന്നിച്ച നിമിഷത്തിലാണ് മിന്നു